നമസ്കാരം സുഹൃത്തുക്കളെ, സിനിമാ പ്രേമികൾക്ക് ഇത് ആവേശത്തിന്റെ ഭാരമാണ്. തിയേറ്ററുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒരുപോലെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരുപിടി ചിത്രങ്ങളാണ് ഈ ആഴ്ച റിലീസിന് ഒരുങ്ങുന്നത്. ഈ മാർച്ച് 20 സംഭവിക്കാൻ പോകുന്ന ആ ബോക്സ് ഓഫീസ് വിസ്മയങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കാത്തിരിക്കുന്ന ഓരോ സിനിമയുടെയും റിലീസ് ഡേറ്റും പ്ലാറ്റ്ഫോമും അവ ലഭ്യമാകുന്ന വിവിധ ഭാഷകളും അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇതാ. ആദ്യമായി നമ്മുടെ ലിസ്റ്റിലുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട ഷാജി പാപ്പന്റെയും സംഘത്തിന്റെയും തിരിച്ചുവരവാണ്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ആട് 3 മാർച്ച് 19 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും. ജയസൂര്യയ്ക്കൊപ്പം വിനായകൻ, സൈജു കുറുപ്പ് തുടങ്ങി വലിയൊരു താരനിര തന്നെയുള്ള ഈ ചിത്രം മലയാള ഭാഷയിലാണ് റിലീസ് ചെയ്യുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ മാർച്ച് 20 പൃഥ്വിരാജ്, സുകുമാരൻ, നിസാം ബഷീറിന്റെ കൂട്ടുകെട്ടിൽ ഐ നോബഡി തിയേറ്ററുകളിൽ വമ്പൻ റിലീസ് ഒരുങ്ങുകയാണ്. മലയാളം ഭാഷയിലുള്ള ഈ മാസ് ആക്ഷൻ ത്രില്ലർ പാൻ ഇന്ത്യൻ റിലീസ് ആയതുകൊണ്ട് തന്നെ പിന്നീട് മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും OTT-കളിലൂടെയും എത്താൻ സാധ്യതയുണ്ട്. അതേ ദിവസം തന്നെ, അതായത് മാർച്ച് 20 ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഭീഷ്മർ എന്ന ചിത്രവും പ്രദർശനത്തിനെത്തുന്നു. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഈ ഫാമിലി എന്റർടൈനർ മലയാളം ഭാഷയിൽ കേരളത്തിലുടനീളമുള്ള തിയേറ്ററുകളാണ് റിലീസ് ചെയ്യുന്നത്. ഫഹദ് ഫാസിൽ ആരാധകർക്കായി മാർച്ച് 20 മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ട്. അതാണ് കരാട്ടെ ചന്ദ്രൻ. റോയ് സംവിധാനം ചെയ്ത ഈ വ്യത്യസ്തമായ കോമഡി ഡ്രാമ ആക്ഷൻ ചിത്രം മലയാള ഭാഷകളിലൂടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തിയേറ്റർ റിലീസുകൾക്ക് പുറമെ OTT ലോകത്തും ഈ വാരം വമ്പൻ റിലീസുകളുണ്ട്. ലോകമെമ്പാടും ആരാധകരുള്ള സൂപ്പർ ഹീറോ അനിമേറ്റഡ് സീരീസ് ഇൻവിസിബിളിന്റെ പുതിയ സീസൺ മാർച്ച് 18 ആമസോൺ പ്രൈം വീഡിയോയിലൂടെ സ്ട്രീമിംഗിന് ആരംഭിക്കും. ഇംഗ്ലീഷ് കൂടാതെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഈ സീരീസ് ലഭ്യമാകും. ഇനി വരാനിരിക്കുന്ന ഒരു വമ്പൻ പ്രോജക്റ്റാണ് ഫഹദ് ഫാസിലും നസ്ലനും ഒന്നിക്കുന്ന ടോർപിഡോ. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ ചിത്രം മലയാള ഭാഷയിൽ ഒരു വമ്പൻ തിയേറ്റർ റിലീസ് ആയിരിക്കും. പിന്നീട് തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് മൊഴി മാറ്റിയേക്കാം. ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് വാഴയുടെ 2ാം ഭാഗമായ വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ഏപ്രിൽ 2 പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരുപിടി യുവതാരങ്ങൾ അണിനിരക്കുന്ന ഈ ചിത്രം മലയാളം ഭാഷയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ബോളിവുഡിൽ നിന്ന് 27 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ബോർഡർ 2 2026 ജനുവരി 23 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തും. ഹിന്ദി പ്രധാന ഭാഷയാണെങ്കിലും മലയാളം ഉൾപ്പെടെയുള്ള പ്രധാന ഇന്ത്യൻ ഭാഷകളിലേക്ക് ഈ യുദ്ധചിത്രം ലഭ്യമാകും. ഹോളിവുഡ് താരം സെബാസ്റ്റ്യൻ സ്റ്റാൻ നായകനാകുന്ന എ ഡിഫറന്റ് മാൻ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ഇപ്പോൾ സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ ചിത്രം നിലവിൽ വിദേശ തിയേറ്ററുകളിലാണെങ്കിലും വൈകാതെ തന്നെ പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകും. സോഷ്യൽ ഡ്രാമ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ദിവ്യ ദത്ത കേന്ദ്ര കഥാപാത്രമാകുന്ന ചിരയ്യ മാർച്ച് 20 മുതൽ ജിയോ സിനിമയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഹിന്ദി ഭാഷയിലുള്ള ഈ സീരീസ് മറ്റു ഭാഷകളുടെ സബ്ടൈറ്റിലുകളോടുകൂടി ആസ്വദിക്കാവുന്നതാണ്. ഡിസ്നി സീനിയും അമൻഡ സൈഫ്രൈഡും ഒന്നിക്കുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ദി ഹൗസ് മേഡ് മറ്റൊരു പ്രധാന ചിത്രമാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ ചിത്രം ഇന്ത്യൻ ആമസോൺ പ്രൈം വീഡിയോ, ആപ്പിൾ TV പ്ലാറ്റ്ഫോമുകളിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. ആട് ജീവിതത്തിലൂടെ നമ്മെ അത്ഭുതപ്പെടുത്തിയ KR ഗോകുൽ കേന്ദ്ര കഥാപാത്രമാകുന്ന മ്ലേച്ഛൻ വരാനിരിക്കുന്ന ഒരു പ്രധാന ചിത്രമാണ്. വിനോദ് രാമൻ നായർ സംവിധാനം ചെയ്യുന്ന ഈ പീരീഡ് ആക്ഷൻ ഡ്രാമ മലയാളം ഭാഷയിൽ വമ്പൻ തിയേറ്റർ റിലീസ് ആയിട്ടായിരിക്കും എത്തുക. പിന്നെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ OTT റിലീസുകളിൽ ഒന്നാണ് കാസർഗോഡ് എംബസി. C5 ഒറിജിനലായി എത്തുന്ന ഈ ചിത്രം മാർച്ച് 20 C5 പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അതീഷ് M നായർ സംവിധാനം ചെയ്യുന്ന ഈ മലയാള ചിത്രം ഗൾഫ് നാടുകളിൽ പോകാൻ ശ്രമിക്കുന്ന യുവാക്കളുടെയും അതിലുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുടെയും കഥയാണ് പറയുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഊർജവും ആവേശവും ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.